നമസ്കാരം. വാർത്തകൾ ഇതുവരെ നോക്കാം. ഉപതെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ RSSനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ 215 CPM പ്രവർത്തകരെ RSS കൊന്നൊടുക്കി. തങ്ങളെ കൊലപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്ന RSSുമായി ഇതുവരെ സന്ധി ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. വർഗീയ കൂട്ടമാണ് RSS. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി CPMന് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ വിവാദ പ്രസ്താവനയ്ക്ക് കൂടുതൽ വിശദീകരണം നൽകിയ പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ RSS ബന്ധവും ആരോപിച്ചു. RSS ശാഖയ്ക്ക് കാവൽ നിൽക്കുന്നതായിരുന്നു പണിയെന്ന് നേരത്തെ പറഞ്ഞത് മുൻ KPCC പ്രസിഡന്റ് തന്നെയാണ്. അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും നിലപാടുകളെ പരാജയപ്പെടുത്തിയാണ് CPM മുന്നോട്ടു പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസ് നടത്തിയ നീക്കം ആരും മറന്നിട്ടില്ല. പ്രസ്താവനയിൽ തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ MV ഗോവിന്ദൻ തന്നെ വിശദീകരണം നൽകിയതാണെന്നും മുഖ്യമന്ത്രി. സർക്കാർ അംഗീകരിച്ച ചിത്രങ്ങൾ മാത്രമേ രാജ്ഭവനിൽ വെക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ഗവർണറെയും കുറ്റപ്പെടുത്തി. ഭരണഘടന അംഗീകരിക്കുന്ന ഒന്നല്ല ഭാരതാംബയുടെ കാവിക്കൊടി ഉയർത്തി നിൽക്കുന്ന ചിത്രം. രാജ്ഭവനിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ഭൂപടമല്ല. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി. ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ 5ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുമെന്ന് മുഖ്യമന്ത്രി. 2026 ജനുവരി 30 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനായിരിക്കും ഇത്. എല്ലാ ക്യാമ്പസുകളിലും ഒരേ സമയം പ്രസ്തുത പരിപാടിയുടെ ലോഞ്ചിംഗ് സംഘടിപ്പിക്കും. റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് എന്റെ കുടുംബം ലഹരിമുക്ത കുടുംബം എന്ന പരിപാടിക്ക് തുടക്കം കുറിക്കും. സ്കൂൾ കോളേജ് തലത്തിൽ NSS, SPC, ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി. കണ്ണൂരിൽ തെരുവുനായയുടെ കടിയേറ്റ 5 വയസ്സുകാരന് പേവിഷബാധ എന്ന സംശയം. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട് സ്വദേശികളുടെ കുട്ടിയെയാണ് സംശയത്തെ തുടർന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. 2 ആഴ്ച മുമ്പ് പയ്യാമ്പലത്ത് വെച്ചാണ് കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. കലാലയ രാഷ്ട്രീയം അതിപ്രസരമെന്ന ഗവർണറുടെ പ്രസ്താവനയ്ക്കെതിരെ SFI. ഗവർണർ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണം. പ്രസ്താവന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും കേരള വിരുദ്ധമെന്നും SFI പറഞ്ഞു. രാജ്ഭവൻ RSS കാര്യാലയമായി മാറിയെന്നും SFI കൂട്ടിച്ചേർത്തു. ഗവർണർ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്ന് SFI. പത്തനംതിട്ടയിൽ പാടത്ത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. കറ്റോട് സ്വദേശി ജെറോയെയാണ് കാണാതായത്. ഇരവിപേരൂർ തിരുവാമനപുരത്ത് സുഹൃത്തുക്കളുമൊത്ത് കുളിക്കുന്നതിനിടെയാണ് സംഭവം നടന്നത്. തിരുവല്ലയിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി തിരച്ചിൽ നടത്തുകയാണ്. കണ്ണൂരിൽ വിദ്യാർത്ഥി പുഴയിൽ മുങ്ങി മരിച്ചു. കക്കാട് പുഴയ്ക്ക് സമീപത്തായുള്ള കുനിയിൽ പീടിക അമൃതാനന്ദമയി സ്കൂളിന് സമീപം മുഹമ്മദ് നാഷിദാണ് പുഴയിൽ മുങ്ങി മരിച്ചത്. ഇന്ന് വൈകിട്ടാണ് സംഭവം നടന്നത്. VP മഹമ്മൂദ് ഹാജി മെമ്മോറിയൽ സ്കൂൾ വിദ്യാർത്ഥിയാണ് നാഷിദ്. സുഹൃത്തിനൊപ്പം മീൻ പിടിക്കുന്നതിനിടെ കാൽ വഴുതി പുഴയിൽ വീഴുകയായിരുന്നു. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന 60 ലക്ഷം രൂപ പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെയാണ് പാലക്കാട് സ്വദേശി രതീഷ്, മഹാരാഷ്ട്ര സ്വദേശി സുനിൽ ശിവാജി എന്നിവർ പണവുമായി പിടിയിലായത്. പണത്തിന്റെ ഉറവിടം വ്യക്തമല്ല. ദേശീയപാതകളിൽ ഇനി ടോളിന് പകരം വാർഷിക ഫീസ്. 3000 രൂപയുടെ ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസാണ് അവതരിപ്പിച്ചത്. ഓഗസ്റ്റ് 15 മുതൽ നിലവിൽ വരും. 3000 രൂപയ്ക്ക് വാർഷിക പാസ് എടുത്ത തീയതി മുതൽ 1 വർഷം വരെ അല്ലെങ്കിൽ 200 യാത്രകൾ വരെ എന്നാണ് നിബന്ധന. വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്കാണ് പാസ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതു ശൗചാലയങ്ങളല്ലെന്ന് ഹൈക്കോടതി. പമ്പുകളിലെ ശൗചാലയങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമാണ്. പെട്രോളിയം വ്യാപാരികളുടെ സംഘടന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മിൽമയുടെ ഡിസൈൻ അനുകരിച്ചതിന് സ്വകാര്യ ഡയറിക്ക് 1 കോടി പിഴ ചുമത്തി കോടതി. മിൽന എന്ന സ്വകാര്യ ഡയറിക്കെതിരെയാണ് നടപടി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്സ്യൽ കോടതിയാണ് പിഴ ചുമത്തിയത്. 6% പിഴ പലിശ അടയ്ക്കണമെന്നും കോടതി ഉത്തരവിട്ടു. മിൽമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ നടപടി. ലോഗോയും പേരും ഉൾപ്പെടെ മിൽമയോട് സാമ്യമായ തരത്തിൽ ഉപയോഗിച്ചതിനാണ് പരാതി നൽകിയതെന്നും പലവട്ടം തിരുത്താൻ ആവശ്യപ്പെട്ടിരുന്നതായും മിൽമ ചെയർമാൻ KS മണി ന്യൂസ് 18നോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാളെ വിധിയെഴുത്ത്. 21 നാൾ നീണ്ട പ്രചാരണത്തിനൊടുവിൽ ആണ് നാളത്തെ വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ അവസാന വോട്ട് ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മണ്ഡലത്തിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്.
ഇടതുപക്ഷം ജനസംഘവുമായി സഖ്യം ചേർന്നിട്ടുണ്ടെന്ന് CPM-ന്റെ ചരിത്രരേഖയിലുണ്ടെന്ന് ആര്യാടൻ ഷൗക്കത്ത്. എപ്പോഴും യോജിക്കാവുന്ന അവസ്ഥ നിലനിൽക്കുന്നെന്നും മണ്ഡലത്തിൽ വലിയ ആത്മവിശ്വാസമുണ്ടെന്നും ഷൗക്കത്ത് പറഞ്ഞു. RSSുമായി കൂട്ടുകൂടിയതും RSSന് വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതും കോൺഗ്രസ് ആണെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി M. സ്വരാജ്. ജനതാ പാർട്ടിയുമായി CPM സഹകരിച്ചത് അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പ്രക്ഷോഭത്തിലാണ്. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് തന്നെയാണ് നിലപാടെന്നും സ്വരാജ്. CPM-ഉം BJP-യുമായി നിലമ്പൂരിലും കൂട്ടുകെട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തപ്പോഴാണ് ഈ ധാരണ ഉണ്ടായതെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് കൊച്ചിയിൽ പറഞ്ഞു. നിലമ്പൂരിൽ MP ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ CPM-ന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഒളിഞ്ഞും തെളിഞ്ഞും RSS ബന്ധം CPM പുലർത്തിയിട്ടുണ്ട്. CPM-ന് അന്ധമായ കോൺഗ്രസ് വിരോധമാണെന്നും UDF റെക്കോർഡ് ഭൂരിപക്ഷം നേടുമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. MP ഗോവിന്ദന്റേത് നാക്കുപിഴയല്ലെന്ന് VD സതീശൻ. നിലമ്പൂരിൽ BJP അനുകൂല വോട്ടുകൾ സമാഹരിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണെന്ന് പ്രതിപക്ഷ നേതാവ്. നിലമ്പൂരിൽ RSS വോട്ട് ലഭിക്കാനുള്ള കള്ളക്കളിയാണ് ഗോവിന്ദൻ പറയുന്നതെന്ന് രമേശ് ചെന്നിത്തല. ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിൽ RSSുമായി കൂട്ടുകൂടി. അടിയന്തരാവസ്ഥയ്ക്ക് മുൻപും ശേഷവും RSSുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ചെന്നിത്തല. തരാതരം പോലെ കൂട്ടുകെട്ടുണ്ടാക്കിയവരാണ് LDF എന്ന് PK കുഞ്ഞാലിക്കുട്ടി. അടിയന്തരാവസ്ഥ കാലത്തെ RSS ബന്ധത്തെക്കുറിച്ച് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഉള്ള കാര്യമാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ഉപകാരപ്പെടുമോ എന്ന് നോക്കാനാണെന്നും PK കുഞ്ഞാലിക്കുട്ടി. അടിയന്തരാവസ്ഥ കാലത്തും അടിയന്തര ആവശ്യങ്ങളുടെ കാലത്തും RSSുമായി CPM സഹകരിച്ചുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാലക്കാട്ടെ പത്രപരസ്യത്തിന്റെ നിലമ്പൂർ വേർഷനാണ് ഗോവിന്ദന്റെ പ്രസ്താവന. ഇത് പ്രീ പ്ലാൻഡായി തന്നെ ചെയ്ത കാര്യമാണെന്നും രാഹുൽ. RSS ബന്ധം പരാമർശത്തിൽ വർഗീയതയെ കൂട്ടുപിടിച്ച് കള്ളപ്രചാരണം നടത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചരിത്രത്തെ ചരിത്രമായി കാണണം, നാവടക്ക് പണിയെടുക്കൂ എന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെയാണ് നിലപാട്. ജനതാ പാർട്ടി ജനസംഘത്തിന്റെ തുടർച്ചയല്ലെന്നും RSSുമായി കൂട്ടുകെട്ടുണ്ടായിരുന്നില്ലെന്നും MV ഗോവിന്ദൻ. ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പയുമായി കൂടിക്കാഴ്ച നടത്തി PV അൻവർ. കോഴിക്കോട് കക്കോടിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ M. സ്വരാജ് ജയിക്കുമെന്ന വിശ്വാസമുണ്ടെന്ന് സ്പീക്കർ AN ഷംസീർ. ജയിച്ച് വരണമെന്നാണ് ആഗ്രഹമെന്നും ഷംസീർ. കീഴടങ്ങാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം പൂർണ്ണമായും തള്ളി ഇറാൻ. അമേരിക്ക പരിധി ലംഘിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്കും പങ്കുണ്ടെന്ന് അലി ബഹ്റൈനി വ്യക്തമാക്കി. ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് പുതിയ നിർദ്ദേശങ്ങൾ നൽകി ഇന്ത്യൻ എംബസി. എല്ലാ ഇന്ത്യൻ പൗരന്മാരും ടെൽ അവീവിലെ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അയൽ രാജ്യങ്ങളായ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും കര അതിർത്തി കടക്കുന്നതിന് ശരിയായ രേഖകൾ ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഇന്ത്യൻ എംബസി പറഞ്ഞു. ഇസ്രായേലിൽ ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നതിനാൽ എല്ലാ ഇന്ത്യൻ പൗരന്മാരും ജാഗ്രത പാലിക്കണമെന്നും ഇസ്രായേലി ഹോം ഫ്രണ്ട് കമാൻഡിന്റെ സുരക്ഷാ ഉപദേശങ്ങളും പ്രോട്ടോക്കോളുകളും കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ധാരണ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ധാരണ. ഇരു രാജ്യങ്ങളും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. വ്യാപാര ഊർജ്ജ മേഖലയിലടക്കം സഹകരണത്തിനും ധാരണയായി. ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു തരത്തിലുള്ള മധ്യസ്ഥതയും സ്വീകരിച്ചിട്ടില്ല, ഒരിക്കലും സ്വീകരിക്കുകയുമില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് വെടിനിർത്തലിന് തയ്യാറായതെന്നും ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണെന്നും പ്രധാനമന്ത്രി ട്രംപിനെ അറിയിച്ചു. ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് മോദി ഇക്കാര്യം പറഞ്ഞതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പബ്ലിക് ഓഫ് ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ക്രൊയേഷ്യ പ്രസിഡന്റ് സോറൻ മിലനോവിച്ചും പ്രധാനമന്ത്രി ആൻഡ്രെജ് പ്ലെൻകോവിച്ചും മോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണത്തിന് പുതിയ വഴികൾ തുറക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത്.
ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിച്ചില്ലെന്ന വാദവുമായി ഹർജിക്കാരൻ. തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി പരിഗണിക്കവെയാണ് പട്ടം സബ് രജിസ്ട്രാറിന് കീഴിൽ 33 ലക്ഷം രൂപയ്ക്ക് വസ്തു വാങ്ങിയ കാര്യം അന്വേഷിച്ചില്ലെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയത്. ഹർജിക്കാരന്റെ വാദം പ്രോസിക്യൂഷൻ എതിർത്തു. ഹർജി ഈ മാസം 21-ന് പരിഗണിക്കാൻ മാറ്റി. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടിനെതിരെയാണ് ഹർജി. ആലപ്പുഴ അമ്പലപ്പുഴയിൽ കാൽനട യാത്രക്കാരന് തെരുവുനായയുടെ കടിയേറ്റു. പുറക്കാട് തൈച്ചിറ മണക്കൽ ഗോപിക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. തൈച്ചിറയിൽ റോഡിലാണ് സംഭവം. സമീപത്തെ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് തെരുവുനായ ആക്രമിച്ചത്. പിന്നാലെ സമീപത്തെ വീടുകളിൽ 15ഓളം വളർത്തുനായകളെയും തെരുവുനായകളെയും ഇതേ നായ കടിച്ചു. വൈകിട്ടോടെ സമീപത്തെ വാഴത്തോട്ടത്തിൽ നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. നായയ്ക്ക് പേവിഷബാധയേറ്റിട്ടുണ്ടോ എന്നാണ് സംശയം. സംസ്ഥാനത്ത് +1 ക്ലാസുകൾക്ക് തുടക്കമായി. സംസ്ഥാനതല +1 പ്രവേശനോത്സവം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അടുത്ത അധ്യയന വർഷം +1, +2 പുസ്തകങ്ങൾ സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആകെ 80 ടൈറ്റിൽ പുസ്തകങ്ങളാണ് പരിഷ്കരിക്കുക. അതിനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി. മലബാർ മേഖലയിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് KSU കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RDD ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ആശാപ്രവർത്തകരുടെ സമരയാത്രയ്ക്ക് മഹാറാലിയോടെ തിരുവനന്തപുരത്ത് സമാപനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമാപനം ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കേഴ്സിന്റെ സംഘടന ഇന്ന് പണിമുടക്കും നടത്തി. അതേസമയം സംസ്ഥാനത്തെ ആശമാർ നിർബന്ധിത പരിശീലനം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇത് സമരം പൊളിക്കാനുള്ള നീക്കമെന്ന് പ്രതിഷേധിക്കുന്ന ആശമാർ ആരോപിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കൊല്ലം പുനലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ പാമ്പിനെ കണ്ടെത്തി. പുനലൂരിൽ നിന്നും കൊല്ലത്തേക്ക് വന്ന മെമു ട്രെയിനിലാണ് പാമ്പിനെ കണ്ടത്. യാത്രക്കാർ തലനാരിഴയ്ക്കാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. കൊല്ലത്ത് യാത്ര അവസാനിപ്പിച്ചപ്പോൾ ഫയർഫോഴ്സ് എത്തി പാമ്പിനെ പിടികൂടി. കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു. മണിക്കൂറിൽ പരമാവധി 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും. അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തെക്കൻ ഗുജറാത്തിലുള്ള ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതും പശ്ചിമ ബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതുമാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണം. എറണാകുളം മൂവാറ്റുപുഴയിൽ ബൈപ്പാസ് റോഡിൽ വാഴ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. മൂവാറ്റുപുഴ നഗരത്തിലെ കീച്ചേരിപ്പടി EEC മാർക്കറ്റ് ബൈപ്പാസ് റോഡ് തകർന്നതിനെ തുടർന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം. വലിയ കുഴിയിൽ വാഹനങ്ങൾ ചാടി അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നാട്ടുകാർ അപായ സൂചന എന്ന നിലയിൽ പ്രതിഷേധവുമായി എത്തിയത്. കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി. ആനാകാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചത്. ജൂലൈ മാസം അവസാനത്തോടുകൂടി മുഖ്യമന്ത്രി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. പാലക്കാട് ഹോട്ടലിൽ മോഷണത്തിനിടെ ബീഫ് ചൂടാക്കി കഴിച്ച മോഷ്ടാവ് പിടിയിൽ. തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശി അനീഷ് എന്ന ശിവകുമാറാണ് പിടിയിലായത്. ഹോട്ടലിൽ നിന്ന് ഇയാൾ 25,000 രൂപയും മോഷ്ടിച്ചിരുന്നു. പാലക്കാട് ചന്ദ്രനഗറിലെ ഹോട്ടലിൽ നിന്നാണ് ഇയാൾ പൈസ മോഷ്ടിച്ചത്. ബീഫ് ചൂടാക്കി കഴിക്കുകയും ചെയ്തത്. കൊല്ലം കരുനാഗപ്പള്ളി ചുറ്റുമൂലയ്ക്ക് സമീപം സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. വിളയിൽ ക്ഷേത്രത്തിന് സമീപമാണ് അപകടം. ഡ്രൈവർ മദ്യപിച്ച് വണ്ടി ഓടിച്ചതാണ് അപകടത്തിന് കാരണം. ഈ സമയം സ്കൂൾ കുട്ടികൾ വാഹനത്തിൽ ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ കുട്ടികൾ രക്ഷപ്പെട്ടത്. അതേസമയം ബസ് മറിഞ്ഞ വിവരം അറിയിച്ചിട്ടും കരുനാഗപ്പള്ളി പോലീസ് സ്ഥലത്തെത്താനോ നടപടി സ്വീകരിക്കുവാനോ തയ്യാറായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കൊല്ലം കടയ്ക്കലിൽ വാഹന അപകടം. 2 യുവാക്കൾക്ക് പരിക്ക്. കടയ്ക്കൽ ആറ്റുപുറം സ്വദേശി സിബിൻ, ചന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. പാങ്ങലിക്കാട് അമ്പാടിമുക്കിന് സമീപം ടിപ്പർ ലോറിയെ ബൈക്ക് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. 10 മീറ്ററോളം റോഡിലൂടെ സിബിനെ ടിപ്പർ വലിച്ച് കൊണ്ടുപോയി. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. നമസ്കാരം.